ഒടിയൻ ഭയങ്കര ഹൈപ്പിൽ വന്നല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇത് എന്തായാലും നടപടി ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് പോയി കണ്ടത്. ആളത് കണ്ടപ്പോൾ ആളും ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ആൾ പോയി കണ്ട് കഴിഞ്ഞപ്പോൾ ആള് പിന്നെ എന്നോട് പറഞ്ഞത് അത് നമ്മളുടെ വിചാരിച്ച സബ്ജക്റ്റ് അല്ല, അത് എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരു ഷോർട്ട് ഫിലിമായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അന്ന് നമുക്ക് അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. നമ്മളതൊരു കൊറോണ സമയത്ത് ഒരു രസത്തിന് വേണ്ടി ചെയ്താണത്. അത് അത്യാവശ്യം ഹിറ്റായി. അപ്പോൾ അതിന്ന് നമുക്കൊരു കുറച്ചൊരു എന്താ പറയുക, ഒരു ധൈര്യം വന്നു. അത് അപ്പോഴും ഇത് സിനിമയാക്കണമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ശരിക്കും. അത് അങ്ങനെ ഇപ്പോൾ 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വേറെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ നോക്കി അത് കുറച്ച് നീങ്ങിപ്പോയി. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാമെന്ന് സുനിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒടിയ പുരാണത്തിൻ്റെ കാര്യം വന്നു. അപ്പോൾ അത് ഈ ഒടിയൻ എന്നുള്ള സബ്ജക്റ്റ് എപ്പോൾ പറഞ്ഞാലും ആൾക്കാർക്ക് കൗതുകമുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാർ എവിടെയുണ്ട്, അപ്പോൾ അതിലേക്ക് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാം. കാരണം നമുക്കൊരു മുൻധാരണ വേണ്ട. കാരണം ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ അപ്പം പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ റേഞ്ചിലുള്ള ആൾക്കാരെ വെച്ച് ചെയ്യണം. പിന്നെ ഒരു ഒടിയൻ വരണമെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് 4 ആൾ കണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം, അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തത്.